ഹായ്, ഹലോ ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വെൽക്കം എവരി വൺ. നമ്മുടെ വീക്കെൻഡ് സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് അനലൈസും അതുപോലെ പിന്നെ നമ്മളെ വെൽത്ത് റിലേറ്റഡ് ടോക്ക്, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എനിവേ, പിന്നെ നമ്മളെ കഴിഞ്ഞ വീക്കിലെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും സൂപ്പർബിലി കൊണ്ടുപോയി എന്ന് കരുതാണ്. അടിപൊളിയായി കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസവും നിങ്ങളുടെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോട്ടെ. ഇപ്പോൾ കറന്റ് പിന്നെ നമ്മൾ ഇതിൽ ലൈവിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഇപ്പം ഇപ്പം നമ്മളെ ഡെമോയിൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നവരുണ്ട്. എനിവേ, എല്ലാവരും ട്രേഡിൽ നമ്മൾ എല്ലാ വീക്കും പറയുന്നത് പോലെ തന്നെ പിന്നെ ഇവിടെ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർലി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ഈ പിന്നെ വാർ ഇഷ്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് എഫക്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അത്ര പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ ന്യൂസുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് കരുതുകയാണ്. ഇപ്പോൾ ഇറാൻ യു എസ് വിഷയങ്ങളിലൊക്കെ അതിലുള്ള ഡിസ്കഷനിൽ ഇപ്പോൾ ഇവിടെ പാകിസ്ഥാനിൽ വെച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അത് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ധാരണയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെ അപ്പോൾ അതിലൊന്നും പൂർണ്ണമായിട്ടും കരാറുകൾ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ അപ്പോൾ ആവശ്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിലും അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം എല്ലാവരും ട്രേഡിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ആ രണ്ട് പില്ലേഴ്സ് നല്ല രീതിയിൽ പ്രോപ്പർലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉം, പിന്നെ നമ്മൾ ടെക്നിക്കൽ എന്നുള്ള സാധനത്തിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുക. ലൈവിലുള്ളവരോട് പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് എന്നുള്ള ബോധം എപ്പോഴും വേണം. പിന്നെ വീക്കിലി ഹോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വീക്കാന്ന് തോന്നുന്നു, നമ്മളൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആയത് കണ്ടിട്ടുണ്ടാവും. അതായത് സാധാരണ അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആവാറുള്ളത് വീക്കെൻഡിലായിരുന്നു. ആ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ മാർക്കറ്റിൽ കാണാറുള്ളത്. അപ്പോൾ സാറൊക്കെ എല്ലാ സെഷൻസിലും പറയാറുണ്ട്, മാക്സിമം ഡെയിലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. ആ ഒരു ദിവസം, ഏതാണ് ദിവസം ഞാൻ ഓർക്കുന്നില്ല, അന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ലൊരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ആയി എടുത്തുനിന്ന് കുറച്ച് പോയിന്റ് മുകളിൽ അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പിന്നെ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. നമുക്ക് നല്ലൊരു ടൈം മാർക്കറ്റിൽ ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി വരാനുള്ള മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും എത്തുക. കാരണം നമ്മളൊക്കെ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണെന്നുള്ള ബോധത്തിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഈ ഒരു കാര്യം ഡെയിലി എല്ലാ വീക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മാത്രമേ ഇവിടെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സക്സസ് ഫോർമുല പിന്നെ പാലിച്ച് മാത്രം പോവുക. ഇനിയിപ്പോ നമ്മളെ അടുത്ത് വലിയ ക്യാപിറ്റൽ ഉണ്ട്, ആ വലിയ ക്യാപിറ്റൽ ഇട്ടിട്ട് നമ്മളൊരു 0.01, 0.02 ഒക്കെ വെച്ച് ചെറിയ കുറച്ച് ട്രേഡ്സ് മാത്രം എടുത്ത് പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ അത്ര ഇപ്പോൾ വലിയ ഫണ്ട് വെച്ച് ചെറിയ ലോട്ടിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതിനെ കൊണ്ടെന്തില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു മിനിമൽ ഡൗൺ ട്രെൻഡിൽ പോയി പിന്നെ അപ്പിലേക്ക് ഗോൾഡ് പോകാനുള്ള സാധ്യതയാണ് മാർക്കറ്റിലുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫോറക്സ് ഫാക്ടറി ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡിലേക്ക് ഇറങ്ങുക. എവറി ഡേ മോർണിംഗ് ഫോറക്സ് ഫാക്ടറി നോക്കി മാർക്കറ്റിലുള്ള ന്യൂസുകൾ നോട്ട് ചെയ്ത് ആ ടൈമിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈവിലുള്ളവർ ലൈവ് ട്രേഡിന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് ടൈമുകളിൽ എന്ത് ചെയ്യുക, ഡെമോയിലേക്ക് വന്നിട്ട്
കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളത് കൃത്യമായിട്ട് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇമോഷൻസ് ഒക്കെ പിന്നെ നമ്മൾ ഇടേണ്ടത് ഡെമോയിലാണ്. ലൈവിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇമോഷൻ ട്രേഡ്സോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡെമോയില് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിവേ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും പിന്നെ മോർണിംഗ് എന്ത് ചെയ്യുക, ഫോറക്സ് ഫാക്ടറി നോക്കി ന്യൂസുകൾ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ട്രേഡ്സിനെയൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിവേ, നമുക്ക് ക്രിപ്റ്റോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ക്രിപ്റ്റോ എന്നുള്ളത് ക്രിപ്റ്റോ പിന്നെ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്നുള്ളൊരു മേഖല നമുക്കിപ്പോ ഒരു ദിവസമോ അല്ലെങ്കിൽ ചെറിയൊരു ടൈം കൊണ്ടോ പറഞ്ഞു തീർക്കാനോ കാര്യങ്ങളൊന്നും പറ്റൂല. നമുക്ക് വരുന്ന പിന്നെ വീക്കുകളിലൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വീക്കെൻഡ് സെഷനുകളിലൊക്കെ നമ്മൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും അതുപോലെ പിന്നെ ക്രിപ്റ്റോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ട്രേഡേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയുള്ള വീക്കും അതുപോലുള്ള പിന്നെ ഡിസ്കഷൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നത് ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അപ്പൊ ക്രിപ്റ്റോ എന്നുള്ളത് ഒരു പിന്നെ ഇൻഫിനിറ്റ് ആയ ഒരു വേൾഡ്. നമ്മളിപ്പോ നമുക്കിപ്പോ എന്താ പറയാ, നമ്മള് ഫോറക്സ് ഒക്കെ പോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ് എന്നുള്ളത് എല്ലാ ദിവസവും ക്രിപ്റ്റോ മാർക്കറ്റിൽ ലീവില്ല. നമുക്കിപ്പോ ഫോറക്സ് മാർക്കറ്റ് സാറ്റർഡേ സൺഡേ ലീവാണ്. പക്ഷെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 24/7 ആണ്. എല്ലാ ദിവസവും എല്ലാ ടൈമും പിന്നെ അവിടെ എന്ത് ട്രേഡ് നടന്നുകൊണ്ടേയിരിക്കും. അവിടെ പിന്നെ ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ എന്നുള്ളത്. അതിപ്പോ ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ ഒരാൾ പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു കോയിനെ കുറിച്ച് ചെറിയൊരു പിന്നെ ഓ, ചെറിയൊരു ധാരണ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ക്രിപ്റ്റോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കോയിനെ കുറിച്ച് നമ്മൾ പിന്നെ മനസ്സിലാക്കി അതിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാൾ നല്ലോണം പഠിക്കണം. അല്ലാതെ ഇപ്പോൾ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തു ചാടി ഇടാൻ പാടില്ല. ബിക്കോസ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കറൻസികൾ എന്തുണ്ട് ക്രിപ്റ്റോ മേഖലയിൽ മാത്രമുണ്ട്. അപ്പോൾ ഒരു സെൻസിറ്റീവ് മേഖലയാണ്. അതുപോലെ അ- ഇത്രയും റിട്ടേൺസ് തരുന്ന വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം എന്തില്ല, വേറെ ഇല്ല എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്കിപ്പോൾ BTC ഒക്കെ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ BTCന്റെ ചാർട്ട് നമ്മൾ നോക്കുന്നവർക്കറിയാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പിന്നെ ഒരു ചാർട്ടാണ് BTC എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള നോളജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോയിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയെ കുറിച്ച് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യാൻ നമ്മൾ സ്റ്റഡി ചെയ്യണം. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ കോയിന്റെ അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിങ് വരിക എന്നുള്ളതല്ല. ആ ഒരു കോയിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ എന്നും ഡെയിലി നമുക്ക് അതിലുള്ള അപ്ഡേറ്റ്സ് എടുക്കുക, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധം ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാൾ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ക്രിപ്റ്റോ എന്നുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം കാരണം ഇതൊരു സെൻസിറ്റീവ് മേഖലയാണ്. പക്ഷെങ്കിലോ നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയും കൂടിയാണ് ക്രിപ്റ്റോ എന്നുള്ള ഒരു വേൾഡ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ക്രിപ്റ്റോയെ കുറിച്ച് ഇപ്പൊ എന്താണ് ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ BTC അല്ലെങ്കിൽ എതേരിയം ഇതുപോലുള്ള കുറെ കോയിൻസുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഡൗട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഒരു പിന്നെ അല്ലെങ്കിൽ ദിർഹംസ് അല്ലെങ്കിൽ രൂപ ഇതൊക്കെ പോലെ ഉള്ള ഒരു കറൻസി തന്നെയാണ് എന്ത് ക്രിപ്റ്റോ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടോക്കാനോ അല്ലെങ്കിൽ എടുത്തോക്കാനോ ഒന്നും കഴിയൂല. ഇത് എന്താണ്, ഡിജിറ്റൽ വേൾഡിൽ മാത്രം കാണുന്ന അക്കങ്ങളാണ് എന്ത് ക്രിപ്റ്റോ എന്നുള്ളത്. അല്ലാതെ ഇതിപ്പോ നമ്മൾ എടുത്തോക്കുക അല്ലെങ്കിൽ ആ ഒരു കോയിൻ നമുക്ക് കിട്ടുക അങ്ങനത്തെ ഒരു സംഭവം ക്രിപ്റ്റോയിലില്ല. ക്രിപ്റ്റോ എന്നുള്ളത് പ്യുവർ എന്താണ്, ഒരു ഡിജിറ്റലി നമ്മൾ കാണുന്ന അക്കങ്ങളായിട്ട് മാത്രമേ ക്രിപ്റ്റോയെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു സംഗതി ഡീസെൻട്രലൈസ്ഡ് ആണ്. നമുക്കിപ്പോ ദിറംസ് അല്ലെങ്കിൽ രൂപ എന്നുള്ളത് ഒരു ബാങ്കിന്റെയോ അല്ലെങ്കിൽ ഒരു അതോറിറ്റീന്റെയോ അണ്ടറിലായിരിക്കും. ഇപ്പോ നമ്മളെ രൂപ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ അണ്ടറിലുള്ള സംഗതിയാണ്.
പിന്നെ രൂപ എന്നുള്ള സംഗതി. പക്ഷെങ്കിൽ ഇതിനെന്തില്ല, ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു പിന്നെ അതോറിറ്റി ഒന്നും എന്തുണ്ടാവില്ല, ഇടനിലക്കാരായിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഒരു ബ്ലോക്ക് ചെയിൻ പോലെ നടന്നു പോകുന്ന ഒരു സംഗതിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ള അതിന്റെ മൂല്യം കൂടുന്നു. അങ്ങനെയുള്ളൊരു പിന്നെ ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ മുകളിലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോകമാണ് ക്രിപ്റ്റോ എന്നുള്ളത്. ആ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ഇനിയിപ്പം പിന്നെ ഇതിനെക്കുറിച്ച് തീരെ ഒരു പിന്നെ നമുക്ക് ഏഹ് അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് പഠിക്കേണ്ട സാധനം എന്നുള്ളത്, ആദ്യമായിട്ട് ക്രിപ്റ്റോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിനാണ് മദർ ഓഫ് ക്രിപ്റ്റോ നമ്മൾ ഒക്കെ പറയുന്ന BTC എന്നുള്ളത്. BTC എന്നുള്ള ഒരു സിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കോയിനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിപ്റ്റോയിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു അത് കൊണ്ടുവന്ന ആളെന്ന് പറയപ്പെടുന്നത് സതോഷി നക്കമോട്ടോ എന്ന് പറയുന്നത്. അയാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം പിന്നെ ഒരു ടീമോ, ഈ ഈ ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ടീം, അയാളിലേക്ക് മാത്രം അയാളാണ് ഇത് കൊണ്ടുവന്നെന്നുള്ളത് എവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല. അയാളോ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് വരുന്ന ഒരു വിങ്ങോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ BTC എന്നുള്ളത് കൊണ്ടുവന്നില്ല. പക്ഷെങ്കിൽ അന്ന് പിന്നെ നമ്മളെ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ ക്രിപ്റ്റോയെ കുറിച്ച് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വായിച്ചതും അല്ലെങ്കിൽ പിന്നെ BTC ഇടിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അന്ന് ചെറിയ എമൗണ്ട് ഉള്ള ഒരു സാധനം ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഒക്കെ ഇപ്പൊ ട്രംപ് US പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്ത് $1 ലക്ഷം എന്തെത്തിയിട്ടുണ്ട്, ഈ BTCന്റെ ബിറ്റ്കോയിന്റെ മൂല്യം എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും മാർക്കറ്റിൽ എന്തുണ്ട്, പിന്നെ മൂല്യം അല്ലെങ്കിൽ എഫക്റ്റ് ഉള്ള ഒരു സംഗതിയായിട്ട് BTC മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാ തുടക്കത്തിൽ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നന്നായി പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്രയും റിട്ടേൺസ് തരുന്ന ഒരു മേഖല നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുബായിലുള്ളവർക്കൊക്കെ പിന്നെ ഇവിടെയൊക്കെ പലർക്കും അറിയാം, ഇവിടെ ക്രിപ്റ്റോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ലീഗൽ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റിലും മറ്റൊക്കെ ഏഹ് പിന്നെ ക്രിപ്റ്റോ പോലുള്ള സംഗതികളൊക്കെ ലീഗൽ ആക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നമ്മൾ ന്യൂസുകളിൽ നിന്നും മറ്റൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ BTC എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ക്രിപ്റ്റോയില് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കോയിൻ എന്നുള്ളത്. ഇന്ന് ആ BTC എന്നുള്ള സംഗതി തന്നെയാണ് ക്രിപ്റ്റോയില് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ BTC ആണ് അത്യാവശ്യം നല്ലൊരു മൂല്യം അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് എതേരിയം പോലുള്ള കോയിനുകൾ. അതുപോലെ ഇഷ്ടംപോലെ കോയിനുകൾ. BTCക്ക് ശേഷം പിന്നെ കുറച്ച് മൂല്യം ഇന്നിപ്പോ ഉള്ളത് എതേരിയാണ്. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഒരുപാട് കോയിനുകൾ എന്തുണ്ട്, ക്രിപ്റ്റോയില് നമുക്ക് കാണാൻ നമുക്ക് ഉണ്ടാവും. ഇതുപോലെ കോയിനുകൾ നമുക്ക് പലരും നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നീ ഇന്ന കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തോ, ഇതിനിപ്പോ നല്ല സാധ്യത ഉള്ളതെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു കേട്ടതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും BTC പിന്നെ ഒരു ക്രിപ്റ്റോ പോലുള്ള കോയിൻസ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഇത്ര റിട്ടേൺസ് കിട്ടുന്ന ഒരാൾ പറയുമ്പോൾ പോയി ചെയ്യുക, അങ്ങനെയുള്ളൊരു പിന്നെ ഒരു ലെവലിലേക്ക് നമ്മൾ ആരും എത്താൻ പാടില്ല. നമ്മൾ ഒരു കോയിനിലേക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതില് പിന്നെ ഉള്ള സംഭവമാണ് സ്റ്റേബിൾ കോയിനുകൾ, മീം കോയിന്, ഡോജി കോയിന്. ഇങ്ങനെയുള്ള ഇപ്പോൾ സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കറൻസി ആയിട്ട് പിന്നെ ലിങ്ക്ഡ് ആയിരിക്കും. ഇപ്പോൾ US ഡോളർ ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറൻസി ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള കോയിൻസുകൾക്കാണ് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുക. അങ്ങനെയുള്ള കോയിനുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പിന്നെ മാർക്കറ്റിൽ വലിയ ഫ്ലക്ച്വേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന്റെ ഒരു പ്രൈസ് എന്നുള്ളത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കോയിനുകൾ നമുക്ക് ക്രിപ്റ്റോയിൽ കാണാൻ പറ്റും. അതുപോലെ പിന്നെ മീം കോയിൻ എന്നുള്ളത് പിന്നെ ഒരു മീം കോയിൻ എന്നുള്ളത് നമുക്കൊരു കോമഡി ആയിട്ടൊക്കെ വേണേൽ കാണാൻ പറ്റും. ഭയങ്കര ഡേഞ്ചറും അതിലാണ് ഒരുപാട് സ്കാമുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മേഖലയാണ് മീം കോയിൻ എന്നുള്ളത്. ഡോജി കോയിൻ ഹിറ്റ് ആയിട്ടുള്ളത് നമ്മളൊക്കെ ന്യൂസുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും. എലോൺ മസ്ക് ഒരു ട്വീറ്റ് ഇട്ട സമയത്താണ് ഡോജി കോയിന് മൂല്യം കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഒരുപാട് മേഖല ഇന്ത്യയിലെ ഓരോ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന പിന്നെ വീക്കുകളിൽ
വരുന്ന ഡേയ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒറ്റയടിക്ക് ഈ വിഷയം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ക്രിപ്റ്റോയെ കുറിച്ച് നമുക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എനിവേ, പിന്നെ ഇവിടെ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി സഫ്ന സാറിനെ വെൽക്കം ചെയ്യാണ്. ഹാപ്പി വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിപ്റ്റോന്റെ ഒരു ബേസ് നമുക്ക് എന്തായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്രിപ്റ്റോയില് നമ്മൾ ആഡ് ചെയ്യേണ്ട, അതായത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ക്രിപ്റ്റോ കോയിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. സോ അതായത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളൊരു അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളത് ആസ് എ ട്രേഡർ, അല്ലെങ്കിൽ നമ്മൾ എഫ്എക്സിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ളത് നമ്മളെന്താണ് ഒരു പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, പിന്നെ നമ്മള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഫോറക്സ് എന്നുള്ളത്, PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എന്ത് ക്രിപ്റ്റോ എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ചൊന്ന് അഡ്വാൻസിൽ പഠിക്കണം. കാരണം അതെന്തില്ല, അത് ചിലപ്പോൾ നമ്മുടെ കരിയറൊക്കെ മാറ്റി കളയുന്ന ഒരു സെഗ്മെന്റിലോട്ടൊക്കെ എത്തി. കാരണം എനിക്കൊക്കെ ഫീൽ ചെയ്ത ഒരുപാട് കോയിൻസുകളും കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട് പ്രീവിയസ് സമയങ്ങളിൽ നമ്മളൊക്കെ ഫേസ് ചെയ്തതാണ്. അതായത് കാരണം കോടിക്കണക്കിന് കോയിൻസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ യൂട്യൂബിലോ മറ്റൊക്കെ ആയിട്ടുള്ള കുറെ MLM കമ്പനികളൊക്കെ ഇതിലിടുക, മാസത്തിൽ ഇങ്ങനെ, അങ്ങനെ ഒരു സിസ്റ്റം എന്തില്ല ക്രിപ്റ്റോയിൽ ഇല്ല. അതായത് ഏതെങ്കിലും ഒരു കോയിനെ രജിസ്റ്റേർഡ് അല്ല, അറ്റ്ലീസ്റ്റ് എന്തുണ്ടായിരിക്കണം, ബൈനാൻസിൽ രജിസ്റ്റേർഡ് ആയ കോയിൻസുകളെ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, നമ്മളത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ഇത് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ. കാരണം ഒരുപാട് സ്കാമുകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി സ്കാം, പേരെടുത്ത് പറയണില്ല, ഒരുപാട് സ്കാമുകളിൽ കോടിക്കണക്കിന് തൗസൻഡ്സ് ഓഫ് ക്രോർസ് എന്താക്കിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ലൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ അവെയർ ആയിരിക്കണം. കാരണം ക്രിപ്റ്റോ എന്നുള്ളത് എന്താണ്, അതായത് അങ്ങനെ ഒരു സംഗതിയല്ല. നമുക്ക് കൃത്യമായി പഠിച്ചാണ്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എനിക്കറിയുന്ന ഒരുപാട് കുട്ടികളെ, ഇപ്പം ടീനേജിലുള്ള കുട്ടികളെ കയ്യിൽ ബിറ്റ് കോയിൻ അതൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ജെൻസി ആൾക്കാരുടെ ഒരു മേഖലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാവുന്ന അപ്പുറത്തോട്ടേക്ക്, ഇപ്പൊ നമ്മളൊരു പറമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 10 വർഷം കൊണ്ട് അതിന്റെ ഒരു 3 മടങ്ങൊക്കെ എക്സ്ട്രാ അയക്കാം. നമ്മളിപ്പം ജസ്റ്റ് നമ്മളെ മെറ്റാട്രേഡർ 5 എടുത്തിട്ട് ബിറ്റ് കോയിൻ ഒന്ന് എടുത്തു നോക്കാം. 2013 13 12 ദാറ്റ് വിൽ ബി ദ കോസ്റ്റ് വിൽ ബി $100 താഴത്തൊക്കെ ആയിരുന്നു ക്രിപ്റ്റോയുടെ എന്തുണ്ടായിരുന്നത്, ക്രിപ്റ്റോയുടെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇന്ന് അത് എടുത്തു നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു 6 മാസം മുന്നേ എന്തായിരുന്നു, $1 ലക്ഷം മുകളിൽ, $1,20,000 അടുത്ത്. അതായത് നമുക്ക് 2012 13 കാലഘട്ടങ്ങളിൽ $100 അതായത് ഒരു ബിറ്റ് കോയിന്റെ വാല്യൂ എന്നുള്ളത് $100 ആയിരുന്നു, $100 താഴത്തായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് സിംപിളി നമുക്ക് എന്താക്കാം, ഇപ്പൊ നമ്മള് മെറ്റയിൽ തന്നെ എന്തുണ്ടാവും, BTC ചിലപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ ചെയ്യുന്നവരാണെങ്കിൽ BTC ബിറ്റ് കോയിൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട് നമ്മൾ ഒരു 10 വർഷം ബാക്കിലോട്ടൊക്കെ സഞ്ചരിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റും അന്ന് ആ $100 താഴത്തായിരുന്നു. അന്നും നമ്മളോട് ഇപ്പൊ നമ്മൾ ഒരു കോമഡി പ്രചരിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടെന്ന് വിളിക്കാറുള്ളത്, അതായത് 2012 അത് കഥകളാണോ എന്ന് അറിയില്ല, പക്ഷെങ്കിൽ അങ്ങനെ ഒരു സംഗതി, അത് 4 പിസ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര ഒരു 4-5 കോയിന് BTC കോയിന് കൊടുത്തിട്ട് ഒരു 3 പിസ വാങ്ങിയ ഒരു കഥ പ്രചരിക്കുക. അതായത് അന്നാള് പിസ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച സാധനത്തിന് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് അന്ന് വളരെ ചെറിയ എമൗണ്ടിൽ കൊടുത്ത സാധനത്തിന്റെ അയാൾ അന്ന് കൊടുക്കാതിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഏകദേശം 5 കോടി 6 കോടി റുപ്പീസ് ആയിരിക്കും. ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ അതായിരിക്കും അയാളുടെ വില. അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടെന്ന് ക്രിപ്റ്റോ വേൾഡിലെ ജെൻസി പിള്ളേരൊക്കെ പറയപ്പെടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു കോമഡി ആയിരുന്നു. അപ്പൊ ഇനിയും, കാരണം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ചിന്തിക്കാന്നുള്ളതല്ല, അതുപോലെ തന്നെ ആയിരക്കണക്കിന്, ഇപ്പം സജ് സാർ പറഞ്ഞ വെച്ചൊരു പോയിന്റ്, അത് സെൻസിറ്റീവ് മാർക്കറ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു ബൂമിങ്ങോ, ഇപ്പം ഹാൽവിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ബൂമിംഗ് സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മള് ക്രിപ്റ്റോയിലൊക്കെ നമ്മൾ ഉണ്ടാവുമ്പോൾ നല്ല റിസർച്ച്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒതന്റിക് ആയ മേഖലയിലൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പം ഒരു കോയിന് ചിലപ്പം $1 താഴത്തായിരിക്കും, ചിലപ്പോൾ സെന്റ് ആയിരിക്കും എന്തുണ്ടാവുക അതിന്റെ വാല്യൂ. ചിലപ്പോൾ 10 സെന്റ് ആയിരിക്കും ഒരു കോയിന്റെ വാല്യൂ ഉണ്ടാവാം. അത് നമ്മൾ ചിലപ്പോൾ ഒരു 10,000 റുപ്പീസിന്, അല്ലെങ്കിൽ ഒരു 100 ദിർഹംസിന്, അല്ലെങ്കിൽ 500 ദിർഹംസിന് വാങ്ങി വെച്ചാലും ചിലപ്പോൾ 3000 4000 മടങ്ങ് പോയ ഹിസ്റ്ററീസ് എന്തുണ്ട് പ്രീവിയസ്ലി ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അനലൈസ് ചെയ്ത് അത് കൺസൾട്ട് ചെയ്ത്
ചിലപ്പോൾ നമ്മളൊരു 10 കോയിനിൽ 10,000 റുപ്പീസ് വെച്ച് കൊടുത്ത് നമ്മൾ 1,00,000 റുപ്പീസ് നമ്മൾ മാറ്റി വെച്ചു 10 കോയിനിലാക്കി വാങ്ങിച്ചു. ചിലപ്പം അതിൽ 8 എണ്ണം നമ്മളെടുത്തുനിന്ന്, അല്ലെങ്കിൽ അത് നമ്മളെ ബേസ് വാല്യൂയിൽ തന്നെ നിന്നാൽ ചിലപ്പോൾ ഒരു കോയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹാൽവിങ്ങോ ബൂമിങ്ങോ വരുന്ന സമയത്ത് 2,000-3,000 മടങ്ങ് അപ്പിലോട്ടേക്ക് പോകാം. ദാറ്റ് വിൽ ബി ക്രോർസിന്റെ മുകളിലോട്ടേക്ക് എത്തും. അത് കാരണം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തോട്ടേക്ക് ചിലപ്പം അത് 10 സെന്റ് ഉണ്ടായ സാധനത്തിന് ചിലപ്പം നമ്മള് അത് ചിലപ്പോൾ $4 എത്തുമ്പോൾ എന്തുണ്ടാവും, അത് പിന്നെ ഭയങ്കരമായിട്ടായിരിക്കും അപ്പിൽ പോകും. ചിലപ്പോൾ അത് $5 എത്തിയേക്കാം. നമ്മൾ തന്നെ കണ്ടില്ല, അത് ഒരു 6 മാസം മുന്നേ ബിറ്റ് കോയിന്റെ വാല്യൂ 1,20,000 എത്തി. 2021 ബിറ്റ് കോയിൻ എന്തായിട്ടുണ്ട്, $18,000 എത്തി. അത് 1,00,000 പോയി ടച്ച് ചെയ്ത സാധനം വീണ്ടും എന്തായി, $18,000 എത്തി. കാരണം പിന്നെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാനും പാടില്ല, പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രോപ്പർലി സൂപ്പർലി ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മളെ അസറ്റ് മൊത്തം എന്താവരുത് ക്രിപ്റ്റോയിലേക്ക് പിന്നെ മാറ്റി ചെയ്യണം എന്നുള്ളതല്ല. അതായത് നമ്മൾ മാന്യമായിട്ട്, അതായത് നമുക്ക് തടിക്കറിയാത്ത എമൗണ്ടുകൾ നമ്മൾ ഭാഗ്യപരീക്ഷണം അല്ലാതെ കറക്റ്റ് റിസർച്ച് ചെയ്തിട്ട്, പിന്നെ അതായത് നമ്മൾ പ്രീവിയസ്ലി ഉള്ള എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിന്റെ പോസിബിലിറ്റീസ് ഒരു മിനിമം 3 മാസമെങ്കിലും ഒരു കോയിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ക്രിപ്റ്റോയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ക്രിപ്റ്റോയിൽ നമ്മൾ എന്തില്ല, ട്രേഡിങ്ങിലോട്ടൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യം. അതവിടെ പിന്നെ നമ്മളത് ആ കോയിൻസ് ബൈനാൻസ് ത്രൂ മറ്റൊക്കെ വാങ്ങി വെക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതകളില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു 2 മന്ത് 3 മന്ത് ഒക്കെ കൂടുമ്പോൾ അതിന്റെ വാല്യൂസ് നോക്കണം. അത് ചിലപ്പോൾ നല്ല അപ്പിലോട്ടേക്ക് പോയിട്ടുണ്ടാവും. കാരണം അത് നമ്മൾ ത്രെഡ്സ് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇത്തരം ബൈനാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണലി ഇത് റിലേറ്റഡ് ആയ സംഗതികൾക്ക് നമ്മൾ എന്തില്ല, നമ്മൾ ചിലപ്പോൾ 90s 80s അല്ലെങ്കിൽ 2000 ഒക്കെ ഇതായിരിക്കും. പക്ഷെ നമ്മൾ അപ്ഡുഡേറ്റ് ആവാൻ നമ്മൾ എന്തായിരിക്കണം, ശ്രമിക്കണം. കാരണം നമ്മൾ ഓൾറെഡി എന്തുണ്ട്, ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ ക്രിപ്റ്റോന്റെ വേൾഡിൽ നമ്മൾ പിന്നെ ഒരു ചെറിയ പിന്നെ ഇടപെടലുകൾ നമ്മൾ നടത്തണം. അതായത് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെറുതെ രാഷ്ട്രീയ ചർച്ചകളും അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കഥകളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതൊന്നും നമുക്ക് എന്തില്ല, നമ്മുടെ ലൈഫിന് സക്സസിന്റെ ഫോർമുലയിലൊന്നും അത് വരുന്നില്ല. നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് ആകാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ സിമ്പിളി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ്, പിന്നെ ഒരു മലയാള ന്യൂസിൽ തന്നെ ഞാൻ കണ്ടു, പിന്നെ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന നയം എന്നുള്ളത് ഇറാൻ റിയാലിലായിരിക്കും എന്താവുന്ന ഹോർമൂസിൽ നമ്മൾ അടക്കേണ്ട എമൗണ്ട് കെട്ടിവെക്കുക. അത് ഡോളറിൽ വിനിമയം നടത്തിയ സംഗതികളെ നേരെ ഇറാൻ റിയാലിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു US ഡോളറിന് മൂല്യത്തകർച്ച ഉണ്ടായേക്കാം. അതായത് നമുക്കൊരു പോസിബിലിറ്റിയാണ് അവർ തരുന്നത്. അപ്പൊ ഡോളറിന് പിന്നെ മൂല്യത്തകർച്ച വരുമ്പോൾ എന്തിനാ, ഒബ്വിയസ്ലി നമ്മൾ ഇപ്പൊ ഗോൾഡിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ഗോൾഡ് മാത്രമല്ല, BTC പ്ലസ് USD ആണ്, പിന്നെ XAU USD ആണ്, XAG സിൽവർ പ്ലസ് USD ആണ്. കാരണം ലോകത്തുള്ള പിന്നെ വലിയ കമ്മോഡിറ്റീസ് ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടത് പിന്നെ നമ്മൾ ബേസ് പറയപ്പെടുന്നത് എന്താണ്, ഡോളറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പൊ ഹോർമൂസ് എന്നുള്ള ലോകത്തുള്ള, അതായത് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ വരെ എത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇറാൻ റിയാലിൽ അവിടെ പേയ്മെന്റ് കൊടുത്തിട്ട് വരുന്ന അവിടെ എന്താണ്, ഡോളറിനുള്ള മൂല്യം ഇടിയപ്പെടുകയാണെങ്കിൽ എന്തുണ്ടാവും, അത് ഒബ്വിയസ്ലി ഗോൾഡിന് ഫ്ലക്ച്വേഷൻസ്. കാരണം എന്തായാലും അത് ഡോളറിന്റെ മൂല്യം ഇടിയുമ്പോൾ നമ്മളത് 100% ആയിട്ട് എടുക്കരുത്. പിന്നെ ഗോൾഡ് എന്തായിരിക്കും, പിന്നെ ഒബ്വിയസ്ലി ഒരു സാധനം ഇറങ്ങുമ്പോൾ മറ്റേത് കയറാനാണല്ലോ. അപ്പോൾ പിന്നെ അത് കയറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും, അത് സാധ്യത ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് അമേരിക്കൻ ഗവൺമെന്റോ കാര്യങ്ങളോ മറ്റ് വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് സ്റ്റെബിലിറ്റി ആയി നിർത്തുക. കാരണം ഡോളറിന് എന്ത് സംഭവിച്ചാലും ഇപ്പൊ നമ്മൾ പിന്നെ ഫോറക്സ് ഫാക്ടറിയിൽ തന്നെ നമ്മൾ കാണുന്നത് ഡോളറിന് ആണ് എന്താണ് ന്യൂസ് ഒക്കെ എഫക്ട് ആവുന്നത്. അത് ഉറപ്പായിട്ട് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാവും. സോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ എല്ലാവരോടും എപ്പോഴും പറയേണ്ടത്, നമ്മൾ വീക്കെൻഡ് ഹോൾഡിംഗ് എന്നുള്ള റൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ പരമാവധി ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളിലേക്കെങ്കിലും നമ്മൾ എന്താക്കുക, ഡെയിലി ക്ലോസിങ് ചെയ്തിട്ട് തന്നെ ഇറങ്ങാൻ ശ്രമിക്കാം. അതിപ്പോ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സൂപ്പർലി പറയാറുണ്ട്. അതായത് അത് നമ്മൾ എന്താണ്, നമ്മളിപ്പം പിന്നെ ഡേയ്സ് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ എന്താവാറുണ്ട്, ചിലപ്പോൾ നല്ല പിന്നെ അപ് ട്രെൻഡിലോ കാര്യങ്ങളിലൊക്കെ പിന്നെ ഓപ്പൺ ആവുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെ കയ്യിലുള്ള ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ 1% ഡെയിലി എടുത്താൽ തന്നെ നമ്മൾ ഹാപ്പി ആവണം. ആ മെത്തേഡിൽ പോയിട്ട് നമ്മൾ എന്താവുള്ളൂ, നമ്മൾ സക്സസ് ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളിപ്പോ മാർക്കറ്റ് നമ്മൾ എപ്പോഴും കാണേണ്ടത് ഒരു കൃഷിഭൂമിയായിട്ട് കാണണം. അതായത് നമ്മളിപ്പം ഒരു നെല്ല് നട്ട് കഴിഞ്ഞാൽ ഇടക്കിടക്ക് കയറി അത് കുഴിച്ചു നോക്കുക, അതിലെന്താണ് വിളവായിനോ എന്നുള്ളതല്ല. അതായത് അതിൽ നിന്ന് കായ്കൾ വരുമ്പോൾ കുറച്ച് എടുത്തിട്ട്, ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ പിന്നെ ഇപ്പൊ പലരും ഇപ്പൊ പിന്നെ ഞാൻ കണ്ടൊരു ഇതെന്നുള്ള കുറച്ച് പേരിൽ കണ്ടെന്ന് വെച്ചാൽ, നമ്മളൊരു $1,000 $1,000 100 200 കിട്ടിയാൽ മാത്രമേ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്,
നീ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താവാം അതങ്ങനെ കിട്ടുന്ന ഒരു ഏരിയ അല്ല എഫക്ട്സ് എന്നുള്ളത്. അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ഫലിപ്പിച്ചു തരിക. 1000-10 കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, കാരണം 1%. ഓക്കെ, അങ്ങനെ നമ്മൾ 20 ദിവസം, നമുക്ക് 22 ദിവസത്തിൽ ചിലപ്പം 7 ദിവസം നമുക്ക് ലോസ് ആയിരിക്കും. 15% ഉണ്ടല്ലോ. 1000 നമ്മൾ 100-ഉം 150-ഉം മന്ത്ലി കിട്ടും. നമ്മൾ ഹാപ്പി ആയേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ പിന്നെ $1000 $2000 ആക്കാന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നാൽ നമ്മൾ ഉറപ്പായിട്ട് ഫെയിൽ ആയി. ഇപ്പൊ എന്നോട് പലരും ഇപ്പം പിന്നെ കുറെ പേര് ലാസ്റ്റ് വീക്കിൽ കുറെ പേര് പ്രോഫിറ്റ് എടുത്തു, കുറെ വിഡ്രോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ അത് നല്ല മെത്തേഡിലും പോയവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചക്കട്ടപ്പം വലിയത്തെന്ന് പറഞ്ഞ പോലെ പിന്നെ സൂപ്പർലി പിന്നെ മിസ്റ്റേക്കലി ചിലപ്പം പിന്നെ അറിയാണ്ട് ഓപ്പൺ ആയി. ഇപ്പോ എന്നോട് ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, സാർ ഞാൻ പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ബൈ ഇട്ട് വെച്ച് പോയി, രാവിലത്തേക്ക് എന്തായിട്ടുണ്ട് മാർക്കറ്റ് കയറി, അത് മറന്നുപോയതാ പാവം. അത് പിന്നെ കയറി എന്തായി, പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പിലായത് കൊണ്ട് $10 ടി പി വെച്ച സാധനത്ത് ചിലപ്പോൾ 4 എൻട്രി ഉണ്ടായിരുന്നു, $400 കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഈ മാർക്കറ്റിൽ എന്തായിട്ട് അത് നമുക്ക് ബൈ ലെക്ക് നമുക്ക് കിട്ടിയതായിരിക്കും. പക്ഷെ നമ്മൾ എന്തില്ല, നമ്മളൊരു പരീക്ഷണങ്ങൾക്ക് മറ്റൊന്നും മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കരുത്. അതായത് കൃഷിഭൂമി പോലെ കണ്ടിട്ട് നമുക്ക് എപ്പോഴും, അതായത് ഏത് സമയത്തും വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ മണ്ണിനെ നമ്മളെ മാർക്കറ്റ് എപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് വന്ന് നാളെ പോകേണ്ട ഒരു ഇടമേ അല്ല. ഞാനിപ്പോ എല്ലാ സെഗ്മെന്റിലും ഞാൻ ചിലപ്പം പിന്നെ ഇമോഷണലായിട്ടും പിന്നെ ചിലപ്പം പിന്നെ കർശനായിട്ടും ഒക്കെ പറയാറുള്ളത്, നമ്മൾ ഇവിടെ കാലാകാലം നിലനിൽക്കണം. നമ്മളുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഏറ്റവും സൂപ്പർ മാർക്കറ്റിലാണ് നമ്മളുള്ളൂ. നമ്മളിവിടെ എന്താവരുത്, നമ്മളിവിടെ നമ്മളെ ഗ്രീഡ്നെസ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര കിട്ടിയാലേ ഹാപ്പി ആവും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ലോസ് വന്നു, ലോസിൽ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മിനിമം ലോസ് വന്നാൽ ഇറങ്ങി വരാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് എത്തണം എന്നുള്ളത് തന്നെയാണ്. സോ അതിലോട്ടേക്കും കൂടി നമ്മൾ എന്തുണ്ടായിരിക്കണം, പിന്നെ ഫോക്കസ്ഡ് ആവണം ഉറപ്പായിട്ടും. കാരണം നമ്മളെ ഇനിയുള്ള ഇപ്പൊ നമ്മളറിയില്ല, ഇപ്പൊ കറണ്ട് സിനാരിയോസ് ഒക്കെ, അതായത് പിന്നെ പുതിയ സാമ്പത്തിക സ്ഥിതിയൊക്കെ, അതായത് ഇപ്പം മെച്ചപ്പെട്ട് വരാന് പിന്നെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ട് ട്രേഡിങ്ങിൽ വന്നിട്ട് ഒരുപാട് പേര് ഇപ്പൊ നല്ല പ്രോഫിറ്റ് എടുത്ത ആൾക്കാർ, പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് പേര് എന്താക്കുന്നു, പിന്നെ നമ്മൾ പിന്നെ ക്യാപിറ്റല് പിന്നെ അതായത് അവർക്ക് തന്നെ അറിയാം. ഇപ്പൊ എന്നോട് വന്നിട്ട് പറയാൻ പേടിയാണ്, സാർ ഞാൻ ലോട്ട് മാറ്റിയിട്ട് എന്റെ നഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് പറയുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സാർ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, സാർ ഞാൻ ന്യൂസ് ടൈം ചെയ്തു, സാർ ഞാൻ അത് ഹോൾഡ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പം നമ്മൾ ഒരുപാട് ടൈം അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്ത സാധനം ഇപ്പൊ നമ്മൾ എന്തില്ല, നമ്മള് പിന്നെ അതിനോടൊരു റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്കിത് നമ്മുടെ കാലാവസാനം വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കില്ലിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ടെക്നിക്കലി നമുക്കിപ്പം ഇവിടുന്ന് കിട്ടുന്നുണ്ട്, നമുക്ക് വേണ്ടുവോളം പഠിക്കാം. അത് നിങ്ങൾ 100% എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്തായിരിക്കണം, നിലനിൽപ്പിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബേസ് എമൗണ്ട് ഉണ്ടാകും. പിന്നെ പലരും എന്തുണ്ട്, ചെറിയ ഇക്വിറ്റിയിൽ വന്നിട്ട് ഒരുപാട് എടുക്കണം. അതല്ല ട്രേഡിങ്. അതായത് അത് മണ്ടത്തരങ്ങളാണ്. ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഇപ്പൊ നമ്മൾ എന്താക്കാം, ഇപ്പൊ $10,000 $10,000 നമ്മൾ ലൈവില് പിന്നെ 20, 30, $40 എടുത്തിട്ട് അങ്ങനെ നമ്മൾ എന്തായിരിക്കണം, കൃഷിഭൂമി പോലെ വിളവെടുത്തിട്ടാണ് ട്രേഡിങ്ങിൽ പോകേണ്ടത്. അതായത് നമ്മൾ പിന്നെ അത് മൊത്തം പറിച്ചെടുത്ത് വിൽക്കുന്ന ഒരു അവസ്ഥയല്ല. അതായത് വളരെ മാന്യമായിട്ട് അതിന് വളവും വിത്തൊക്കെ കൊടുത്ത്, ചില ദിവസം നമുക്ക് ഇതുണ്ടാവില്ല, കായ്കൾ കിട്ടില്ല, എന്നാൽ നമ്മൾ എന്തായിരിക്കണം, ഒരു ബുദ്ധിമുട്ടാവണ്ട ചിലപ്പോൾ, പിന്നെ അത് പിന്നെ പറവകൾ കൊത്തിക്കൊണ്ടുപോയിട്ടാം. അങ്ങനെ നമ്മൾ ഏറ്റവും മാന്യമായിട്ട് മാർക്കറ്റിനെ കണ്ട എല്ലാവരും എന്തായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എല്ലാ വീക്കെൻഡിലും വിളിച്ചിട്ട് ഇത് തന്നെ. കാരണം ഇപ്പൊ 118ാമത്തെ വീക്കെൻഡ് ഞാനിപ്പോ എല്ലാ സെഷനിലും ഇത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം പറഞ്ഞ് എന്തുണ്ടായിരുന്നു, നമ്മളെ മൈൻഡിന് അത് ബോധ്യപ്പെടും. കാരണം നമ്മളെ കോൺസെപ്റ്റ് മൈൻഡ്ഫുൾ കോൺസെപ്റ്റ് ആണ്. കാരണം ഇവിടെ പിന്നെ ഞാൻ പ്രോഫിറ്റ് ഒരുപാട് പേര്, കാരണം പിന്നെ എനിക്ക് ഹിസ്റ്ററി ചിലപ്പം പിന്നെ ഒരുപാട് ലേഡീസും അല്ലെങ്കിൽ ജെന്റ്സും ഒരുപാട് പേര് എനിക്ക് അയച്ചു തരാം. അപ്പൊ ഞാൻ ഓവർ പ്രോഫിറ്റ് എടുക്കുന്ന ഞാൻ പറയുന്നത്, ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് എന്നുള്ള കൺസെപ്റ്റിൽ വെക്കരുത്, ഇതെന്തില്ല, ഇത് ശാശ്വതമല്ല എന്ന് അങ്ങോട്ട് പറയും. കാരണം അവർ പ്രോഫിറ്റിൽ എടുക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്തുണ്ടായി, ഇവിടെ നിലനിൽപ്പ് വേണം. എപ്പോഴും നമ്മൾ എന്തുണ്ടായി, നമ്മളെ ബേസ് നമ്മൾ ഉറപ്പിക്കണം. അതായത് നിങ്ങൾ പ്രോഫിറ്റ് എത്ര വേണമെങ്കിലും എടുക്കുക, അതൊക്കെ പക്ഷെ എപ്പോഴും നമ്മൾ എന്തുണ്ടായിരിക്കും, നമ്മളെ ക്യാപിറ്റൽ നമുക്ക് പിന്നെ അനങ്ങാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ചിലപ്പം പിന്നെ ഡൗട്ടിലോ കാര്യത്തിലോ ആയിട്ട് നമ്മൾ ഗ്രീഡ്നെസ് ആയിപ്പോ നമ്മളെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് അത് പറ്റിപ്പോണത്. അത്ര ആൾക്കാർക്ക് എന്തുണ്ട് ഇവിടെ പിന്നെ ഇപ്പൊ മൈൻഡ്ഫുൾ സെഗ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വേണ്ടവർക്ക് അതും കൊടുക്കാൻ നമ്മളെ ടീം റെഡിയാണ്. കാരണം ഇതൊരു
ഒരു പിന്നെന്താണ് ഒരു തപസ്സാണ് ട്രേഡിംഗ് എന്നുള്ളത്. നമ്മൾ പഠിച്ചെടുത്ത് നമ്മളെല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഒരു ജോബിന് പോകുന്ന ഒരു അവസ്ഥ. അതായത് എല്ലാ ദിവസവും പഠിക്കാനുണ്ടാവും. ഇപ്പൊ ഞാൻ 100% ആണെന്ന് നമ്മൾ ആരും തന്നെ എന്താ പറയില്ല, നമ്മൾ പറയാറുമില്ല. പിന്നെ എന്നോട് പലരും ചോദിക്കും, സാർ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ പറയുന്നത്, സാറിന് അങ്ങ് ഇതാക്കിയാൽ പോരെ അല്ലെങ്കിൽ ചെയ്താൽ പോരെ എന്നൊക്കെ. നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ഞാനിപ്പോൾ ഹയർ ചെയ്തെടുക്കാറുള്ളത് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ നല്ല ട്രേഡേഴ്സിന് നമ്മൾ എന്താക്കിയിട്ട് നമ്മളെ പോർട്ട്ഫോളിയോ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ടീംസ് പിന്നെ എന്താ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് അത് വളരെ മാന്യമായിട്ട് പിന്നെ എന്താ ഒരു റിസ്ക് എടുക്കാത്ത രീതിയിൽ മാന്യമായിട്ട് നല്ല പ്രോഫിറ്റ് എടുത്ത് പോകുന്ന ഇവിടുത്തെ പഠിച്ച കുട്ടികൾ ഇപ്പൊ എന്നോട് പറയും, സാർ എനിക്ക് ഫണ്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറയും പിന്നെ ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ നമ്മളെ ഇന്നോസിൽ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പേര് പിന്നെ എന്താക്കാറുണ്ട്. പിന്നെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ. അത് കാരണം ചിലപ്പോൾ ഒരാളടുത്ത് പൈസ ഉണ്ടാവും, ഒരാളടുത്ത് പിന്നെ സ്കില്ല് ഉണ്ടാവും. അത് കണക്ട് ആകുമ്പോന്നുണ്ടാവും അത് അവിടെ നല്ല ബ്യൂട്ടിഫുൾ സോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം മാർക്കറ്റ് നമ്മൾ എപ്പോഴും കണ്ട ലോങ് ടേം പ്രോസസ്സിൽ നമ്മൾ ചിന്തിക്കുക. നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് എടുത്തിട്ട് അത് എടുത്തിട്ട് ഇത് അവിടുത്തെ ഉണ്ടോ നോക്കിയില്ല. അതുപോലെയാണ് ഇപ്പം ചിലർ ചിലര് എന്നല്ല, അത് കുറച്ച് പേര്, അതായത് നമ്മളെ ഗ്രീഡ്നെസ് കൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഇത് എന്നെ പറ്റി തന്നെയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. സോ ഞാനത് കൃത്യമായിട്ട് ഇപ്പം പിന്നെ ലൈവിൽ ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാവരോടും പേഴ്സണലി കണക്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവരോടും പറയാറുണ്ട്. അത് എനിക്കൊരു ഒറ്റ ഉറപ്പ് വേണ്ടത് നമ്മൾ എന്തുണ്ടായിരിക്കണം, പിന്നെ നമ്മളെ റൂൾസ് നിങ്ങളത് അതിന്റെ വാല്യൂസ് പിന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. ഇനി നമുക്കൊരു പുതിയ സെഗ്മെന്റ് കൂടി വരുന്നത് രാവിലെ ഇനി ലൈവിൽ ഉള്ളവർക്ക് പിന്നെ ലൈവ് മെന്റേഴ്സ് എന്തുണ്ടാവും, നിങ്ങളെ കറണ്ട് ഇക്വിറ്റി ലൈവ് ടാർഗറ്റ്, അത് അന്നത്തെ ടാർഗറ്റ് ലോസ് ടാർഗറ്റ് എത്ര, പ്രോഫിറ്റ് ടാർഗറ്റ് എത്ര, അത് ലോസ് ടാർഗറ്റ് ആയാലും ഇറങ്ങി വന്നിരിക്കണം, പ്രോഫിറ്റ് ടാർഗറ്റ് ആയാലും ഇറങ്ങി വന്നിരിക്കണം. നമ്മൾ എന്തില്ല, നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ അതല്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിത് $1000 അല്ലേ, അത് പോയ പ്രശ്നമില്ലാതെ ഇപ്പൊ ചിലപ്പോൾ അത് $10 ആണെങ്കിൽ നമ്മൾ എന്താ മാർക്കറ്റിന് നമ്മൾ ലാഘവത്തോടു കൂടി കാണരുത്. ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് നമ്മുടെ ലൈഫ് നിങ്ങളുടെ എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാനുള്ള സംഗതിയാണ് നമ്മളെ കയ്യിലുള്ളത്. ഞാനത് പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കത് കണക്ട് ചെയ്ത് പറയുമ്പോൾ എന്താണ് വളരെ വളരെ ക്ലിയർ ആണ്. അതായത് ചിലപ്പോൾ നമ്മളൊരു പിന്നെ 20 ഒരു മണിക്കൂറോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പിന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. എന്ത് നഷ്ടപ്പെട്ടാലും നമ്മളെ ചിലപ്പം നമ്മൾ പാരലൈസ്ഡ് ആയ പോലും കൈയും തലയും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഏർണിങ്സ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ്, അതാണ് നമ്മളുള്ള മാർക്കറ്റ് അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ആ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ഭവ്യത, കുറച്ചൊരു റെസ്പെക്ട്, കുറച്ചൊരു പിന്നെ ബ്യൂട്ടിഫുൾനെസ് അല്ലെങ്കിൽ കുറച്ചൊരു മൈൻഡ്ഫുൾനെസ് ഒക്കെ കൊണ്ടായിരിക്കണം നമ്മൾ എന്താ വേണ്ടത്, നമ്മളവിടെ പെരുമാറേണ്ടത്. നെക്സ്റ്റ് വീക്ക് അടിപൊളിയാവട്ടെ. ലാസ്റ്റ് വീക്ക് പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് പേര് ഹാപ്പിനെസ്സും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. ആൻഡ് നെക്സ്റ്റ് വീക്ക് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ന്യൂസ് ഒന്ന് നമ്മൾ ഒബിയസ്ലി മോർണിംഗിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാരണം ഇന്ന് തന്നെ എന്താക്കുക, നമ്മളൊരു പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പം ഡിസിപ്ലിൻ ആയിട്ട് ഇപ്പൊ നെക്സ്റ്റ് വീക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോ പിന്നെ എന്താക്കുക, ഇപ്പൊ എന്തായാലും നമ്മൾ മാർക്കറ്റിലുള്ളവരാകുമ്പോൾ പിന്നെ ഇന്ന് നൈറ്റ് സെഷനിന് ശേഷം നിങ്ങൾ പിന്നെ ഫോറക്സ് ഫാക്ടറി എടുത്തിട്ട് വെള്ളിയാഴ്ച വരെ എന്തൊക്കെ ന്യൂസ് ആണ്, ഇപ്പൊ 6 മണിക്കുണ്ട്, ബുധനാഴ്ച 6 മണി, ആ ടൈമിന് അലാറം വെക്കുക. ഒരു 5:30 അലാറം വെച്ചിട്ട് ആ ടൈമിൽ എന്റെ ലൈവിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ ഒന്നിക്കൽ അത് ക്ലോസ് ചെയ്യാൻ പ്രോപ്പർ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, അതിനെ സേഫ് ആക്കി വെക്കാം. അപ്പൊ അത് നമ്മൾ അയ്യോ സാറേ ഞാൻ ന്യൂസ് കണ്ടില്ല, സാറേ ഞാൻ അത് കണ്ടില്ല, അല്ലെങ്കിൽ ഇന്ന ട്രംപിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചില്ല, അതില്ല, നമുക്കത് അതിനൊക്കെയുള്ള കാലങ്ങൾ നമ്മൾ ഡെമോയിൽ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മിസ്റ്റേക്സുകൾ നമ്മൾ എന്തുണ്ടാക്കുക പരമാവധി കുറക്കണം. റിപ്പീറ്റഡ്ലി മിസ്റ്റേക്സ് നമ്മൾ വരുത്താതിരിക്കാൻ ശ്രമിക്കണം. കാരണം നോർമലി ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ റൂൾസിലൊക്കെ പറയണം, നമ്മളെ മിസ്റ്റേക്സുകൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചിലപ്പം പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു അതായത് എന്റെ $1000 ഞാൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്റെ അടുത്ത് വാഷ് ഔട്ട് ആയി സാർ, എനിക്കതിൽ യാതൊരു കുറ്റബോധം ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാർ, ഞാൻ എന്താക്കും, ഞാൻ അതായത് കുറച്ച് ദിവസം ഡെമോയിലേക്ക് ഞാൻ വീണ്ടും ഇറങ്ങി, പിന്നെ എന്താക്കണം, ഞാൻ ഇപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയി പോകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് അതായത് ലോസ് വന്നെന്ന് വെച്ച് തന്നെ ഇതിൽ നമുക്കിവിടെ എന്റെ എല്ലാം പോയാലും എന്റെ ജീവിതം അവസാനിച്ചു പോയാലും അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മള് ഇതിനെ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ എഫക്സിന് നമ്മളൊരു ബിസിനസ് ഫോർമുല ആയിട്ട് തന്നെ കാണണം. നിങ്ങൾക്കാരും ലോസ് വരുത്തൂല എന്നുള്ളതാണ് റൂളിന്റെ കോൺസെപ്റ്റ്. അതായത് ലോസ് വരുത്തില്ല, നമ്മൾ ഫെയിൽ ആവില്ല. ലോസ് ഒബ്വിയസ്ലി നമുക്ക് വഹിക്കാൻ പറ്റുന്ന ലോസ് വരും. അഥവാ ബൈ ചാൻസ് ചിലപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് മറന്നു പോകും, അല്ലെങ്കിൽ നമ്മളവിടെ ഓവർ ട്രേഡ് എടുത്തു പോയിട്ടൊക്കെ ലോസ് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവരുത്, നമ്മൾ ഗിവ് അപ്പ് ചെയ്ത് ഇതെന്താണ് എന്റെ പൈസ പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ നോർമൽ ആളെ പോലെ നമ്മൾ മാറി നിൽക്കാതെ
പിന്നെ നമ്മളത് അതിൽ നമുക്ക് പിന്നെ നഷ്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിക്കേണ്ട. അത് ആരോട് ചോദിച്ചാലും രണ്ട് കാര്യത്തിലാണ് നമുക്ക് എന്താ നമ്മൾ കൂടുതൽ പവർഫുൾ. നമ്മൾ ഇവിടെ പഠിച്ചതിനേക്കാളൊക്കെ കൂടുതൽ പവറാണ് ആദ്യത്തെ വിഡ്രോവൽ എടുക്കുന്ന സമയമുണ്ടല്ലോ. അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഫീലിംഗ്, അത് അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കും എന്താവുള്ളൂ അത് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫസ്റ്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വാഷ് ഔട്ട് ഒക്കെ ആയിപ്പോയി ചിലപ്പോൾ $500 ഇറങ്ങി വാഷ് ഔട്ട് ആയി പോകും. അപ്പൊ ഞാൻ തന്നെ പറയേണ്ടത് അത്രയും ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താവരുത്, വലിയ ലോട്ടൊന്നും ഇട്ട് ചെയ്യരുത്. അപ്പൊ വാഷ് ഔട്ട് ആകുമ്പോൾ എനിക്ക് സാറിന്റെ സെഷനിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ എന്നെ പഠിപ്പിച്ചത് ഈ വാഷ് ഔട്ടാണ്. ഇനി എന്താവില്ല, ഞാൻ ഫെയിൽ ആവില്ല എന്നുള്ളത്. ഓക്കെ. അപ്പൊ അത്തരം സിനാരിയോസ് നമ്മൾ എന്തുണ്ടായിരിക്കണം, മുൻകൂട്ടി കണ്ട് എല്ലാ, അതായത് നിങ്ങൾക്ക് എപ്പോഴും, കാരണം ഒരു അക്കാദമി എന്തില്ല വീക്കിലി വിളിച്ചിട്ട്, കാരണം എല്ലാവർക്കും പേടിയാണ് എന്താണ് പിന്നെ കാരണം പല അക്കാദമീസിന്റെ കമന്റ് ബോക്സുകളും ഓഫാണ്. കാരണം നമുക്ക് ഇവിടെ റിയാലിറ്റി മാത്രമേ പറയാനുള്ളൂ. ഇവിടെ എന്തില്ല, ഇവിടെ നമുക്ക് പിന്നെ ഗൂസ് ബംസുകളോ നിങ്ങളെ മില്യണർ ആക്കാന്നോ, അതായത് 1% എടുത്തു പോയാൽ 1000 ദിവസം കൊണ്ട്, 1000 ദിവസം എന്തായാലും നമ്മളെ മുന്നിലുണ്ട്. 1% എടുക്കാനുള്ള മെത്തേഡ് ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഉണ്ട് താനും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു $1000 180 crore ആവുന്ന സിനാരിയോസ് നമ്മൾ എല്ലാ സെഗ്മെന്റിലും പറയാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തില്ല, അതായത് റിയാലിറ്റി മാത്രം സംസാരിക്കും. ഗൂസ് ബംസുകളോ കാര്യങ്ങളോ ഇപ്പൊ പിന്നെ പ്രോഫിറ്റ് ആയ കഥകൾ നമുക്ക് പറയാണ്ടാവും, ചിലപ്പോൾ നഷ്ടത്തിന്റെ കഥകൾ, എല്ലാം റിയാലിറ്റിയാണ്. സോ നമ്മൾ റിയാലിറ്റിയിലാണ് നമ്മൾ നിൽക്കുക. ഇവിടെ എന്തില്ല, ഇവിടെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് റിയാലിറ്റിയിൽ നിങ്ങൾ എപ്പോഴും പിന്നെ ഇപ്പം ഈ വീക്കെൻഡ് സെഷൻ നമ്മളൊരു കോൺട്രാക്ട് ആയിട്ട് എടുക്കണം. അതായത് നെക്സ്റ്റ് വീക്ക്, അതായത് നമ്മൾ എല്ലാ വീക്കിലും വന്ന് പറയും. ഇപ്പൊ സെഷൻ കഴിഞ്ഞ് വെച്ചിട്ട് എല്ലാ വീക്കിലും നമ്മളിങ്ങനെ വിളിച്ചു കൂട്ടണം. ചിലപ്പം കുറെ പേർക്ക്, ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചു വേണ്ടി, ചിലപ്പോൾ സെഷനിൽ ഉണ്ടാവുക 100 താഴെയുള്ള ആൾക്കാരും മറ്റൊക്കെ. പക്ഷെ എന്തുണ്ടായിരിക്കും, നമ്മൾ എല്ലാ വീക്കിലും വന്ന് നിങ്ങൾ ഇരിക്കുന്നതിനോട് തന്നെ നമ്മൾ എന്താക്കുന്നു, ഒരു പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം അതിൽ നമുക്ക് എന്നും മൈൻഡിലേക്ക് കിട്ടി, ഇയാൾ ഇങ്ങനെ വന്നിട്ട് എന്നും പറയുന്നുണ്ടല്ലോ, പിന്നെ സെഷനും കഴിഞ്ഞ് എല്ലാ ഫീസും അടച്ചിട്ട് വീണ്ടും വന്നിട്ട് എന്തിനാ ഇങ്ങനെ എന്നെ ഉപദേശിക്കുന്നതൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷെ നമ്മളൊരു ഇന്റൻഷൻ, അതായത് നമ്മള് പിന്നെ സക്സസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മളെ പിന്നെ ഇവിടെ ഉള്ള അത് ഇപ്പൊ 1ാമത്തെ ബാച്ചിലാണെങ്കിലും 10ാമത്തെ ബാച്ചാണെങ്കിലും 40ാമത്തെ ബാച്ചാണെങ്കിലും 45ാമത്തെ ബാച്ചാണെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്താക്കാം, പിന്നെ ഇവിടെ നമ്മളെ മെന്റേഴ്സിന് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് എപ്പോഴും റെക്ടിഫൈ ചെയ്ത് സ്വപ്നപ്പുള്ളി നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം അങ്ങനെയാണ് നമ്മളെ ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത്. അത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാം. നെക്സ്റ്റ് വീക്ക് നമുക്ക് പിന്നെ ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ പരമാവധി ഡെയിലി ട്രേഡ്സ് ക്ലോസ് ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നു $50,000 ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, $1,00,000 മുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടും നമ്മൾ ഒരേ സമീപനാണ്. $1000 ഇറങ്ങുന്ന ആളോട് ഒരേ സമീപനാണ്. ഇപ്പം $1,00,000 എനിക്ക് പിന്നെ ഞാൻ സൂപ്പർലി കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സംഗതികൾ, പിന്നെ 20,000 $30,000 ഇറങ്ങിയിട്ട് 0.02 0.03 ഒക്കെ എടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റിനെ ഏറ്റവും സൂപ്പർബിലി കൊണ്ടുപോകുന്ന ആൾക്കാർ, അതാണ് ശരിക്കും റിയൽ വേർഷൻ എന്ന് പറയുന്നത്. നമ്മളിത് 1000 ഇട്ടിട്ട് പിന്നെ എന്താക്കാണ്, പിന്നെ ബംഗാളികളെ പോലെ പിന്നെ വിയർപ്പൊയ്ക്ക് പണിയെടുത്ത് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയല്ല. നിങ്ങൾക്കിപ്പം ഇനഫ് ക്യാപിറ്റലിന്റെ സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താക്കാം, ഇപ്പം ചെറിയ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് കടമായിട്ടും ക്രെഡിറ്റ് കാർഡും എടുത്തിട്ട് എന്താവരുത് നിങ്ങൾ ചെയ്ത്. നിങ്ങൾക്കിപ്പോ എന്തായാലും നമ്മളൊരു മേഖലയിൽ ഇറങ്ങുമ്പോൾ അത് കിട്ടി പോയപ്പോ എന്നുള്ളത്, അതായത് മാന്യമായിട്ട് നമുക്ക്, പിന്നെ ഞാനൊരു ഉറപ്പ് പറയാനുണ്ടല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മെന്റേഴ്സും ഉണ്ടാവും. റൂൾസ് നിങ്ങളെ കീപ്പിൽ വെച്ചാൽ മതി. പിന്നെ ഇപ്പൊ $10,000 ഇറങ്ങിയിട്ട് 1% എടുക്കാന്ന് പറയാൻ $100 ആണ്, 350 ദിറംസ് ആണ്. ഇപ്പൊ നമ്മള് പിന്നെ അതേപോലെ തന്നെ $1000 ആണെങ്കിൽ 1000ന്റെ 1%, $10 നമുക്ക് ഇനഫ് മതിയാക്കാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. അതുപോലെ നമുക്ക് എന്നും ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു പിന്നെ കുറെ പ്രോഫിറ്റ് എടുത്ത ലാസ്റ്റ് വീക്ക് ഹിസ്റ്ററീസ് നമുക്ക് എന്തുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനുണ്ട്. പിന്നെ കുറെ പേര് നല്ല ഹിസ്റ്ററീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. നമ്മളിപ്പോ കുറച്ചൊരു പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ മൊത്തം തിരിച്ചെടുത്താലും നമ്മളൊരു ഓവർ കോൺഫിഡന്റ് ആവരുത്. എനിക്കെല്ലാം കിട്ടിയെന്നുള്ള ബോധ്യം, നമ്മളെപ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം. ഞാൻ പറയില്ല 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ എന്ത് പഠിച്ചിറങ്ങിയാലും നമ്മൾ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. എന്നും റിസർച്ചിലോട്ടേക്ക് പോകാം. നമുക്ക് ക്രിപ്റ്റോന്റെ കൂടുതൽ വേർഷൻസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വരുന്ന വീക്കുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. എപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ ഏറ്റവും ഇപ്പൊ എന്നെ പലരും കണക്ട് ചെയ്യും, പേഴ്സണലി എന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, സാർ പിന്നെ എനിക്ക് ഇന്നൊരു വിഷയം വരുന്നുണ്ട്. ഞാൻ പറയും അത് ഇങ്ങനെ പോയാൽ മതി ബ്രോ, അത് നിങ്ങൾ റെഡി ആയിക്കോ. ഇപ്പൊ ലേഡീസ് കണക്ട് ചെയ്തിട്ട് സാർ എനിക്ക് പിന്നെ ഇന്നൊരു വിഷയമുണ്ട്. ഞാൻ പറയും അത് ഇപ്പൊ ചിലപ്പോൾ പറയും സാർ എനിക്ക് മാനസികമായിട്ട് ഇന്നൊരു വിഷയമുണ്ട്, ജോബിന് ഞാൻ എന്നാ ഒരു 1 വീക്ക് ലൈവിൽ നിന്ന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്തില്ല, അതായത് ഇവിടെ ഉള്ളത് മെന്ററിങ് ആണ്. അതായത് നോട്ട് ഓൺലി നമ്മളൊരു ട്രെയിനിങ് പഠിപ്പിച്ച് അങ്ങ് വിട്ടിട്ട് നിങ്ങൾ അങ്ങ് വിടുക എന്നുള്ളൊരു അവസരത്തിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷയങ്ങൾക്ക് എന്താവാം, ഇവിടുന്ന് പരിഹാരം തേടാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് എല്ലാവർക്കും സക്സസ് പിന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. എൻ്റെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പിന്നെ വൈഫ് എന്റെ വൈഫ്
പിന്നെ എന്താണ്, പ്രഗ്നൻസി ആയിട്ട് ഡെലിവറി റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നോ നാളെ ആയിട്ട് പിന്നെ എന്തുണ്ടാവും, പിന്നെ ഡെലിവറി ആവാനൊക്കെ ഉള്ള അല്ലെ പിന്നെ പ്രസവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിങ്ങളെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഹാപ്പി ടു സി യു. നമുക്ക് പഴയ പോലെ സെഷനിലും മറ്റുമൊക്കെ ആയിട്ട് കാണാം. അടുത്ത വീക്കെൻഡ് നമുക്ക് ഇതുപോലെ സൂപ്പർ ആക്കണം. കഴിഞ്ഞ വീക്ക് ഉണ്ടായ മിസ്റ്റേക്കുകളൊന്നും എന്താവരുത്, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഉണ്ടാവരുത്. ഓക്കെ, അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബാച്ചിലുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ പിന്നെ ലൈവിൽ ഇറങ്ങാനുള്ള കേട്ടോ, ഞാൻ അവൈലബിൾ ആയിരിക്കും. അതിൽ കണക്ട് ചെയ്താലും മറ്റുമൊക്കെ മതിയാവും. ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. നിങ്ങളെല്ലാ സക്സസിലും, അതായത് പിന്നെ നിങ്ങളെല്ലാ, അതായത് നല്ല മുഹൂർത്തങ്ങൾ. പിന്നെ എനിക്ക് ലാസ്റ്റ് വീക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരാള് പ്രോഫിറ്റ് എടുത്തിട്ട് പിന്നെ ആള് പിന്നെ എന്ത് ചെയ്ത്, അതായത് പിന്നെ ഒരു നാട്ടിലൊരു നല്ല കാര്യത്തിന് ചെലവഴിച്ചിട്ട് അത് എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായി. അത് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് പഠിച്ചെടുത്ത് ആ പൈസയിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് നാട്ടിലൊരു നല്ലൊരു കാര്യം, അതായത് ഒരു പിന്നെ ചാരിറ്റി മോഡൽ സംഗതിക്ക് ചെയ്ത് സാറ്, ഞാൻ ട്രേഡിംഗിൽ നിന്ന് വിഡ്രോ എടുത്തിട്ടാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ അനുഭവമായിട്ട്. വലിയ എമൗണ്ട് ഒന്നും ഇല്ല, ഒരു 6,000 റുപ്പീസിന്റെ ഒരു കേസാണ്. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര തന്നെ ഫീലിംഗ് ഫുൾ ആക്കി. അതുപോലെ നിങ്ങളും, അതായത് പിന്നെ നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സൂപ്പർബ്ലി ആവട്ടെ എന്ന് പിന്നെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം, പിന്നെ ഭംഗിയായിട്ട് പോകണം. എല്ലാ വീക്കിലും പറയുന്ന പോലെ തന്നെ പിന്നെ നല്ല ഡേയ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. മാർക്കറ്റിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുക. ആർക്കും എന്തില്ല പിന്നെ അപ്പ് ആൻഡ് ഡൗൺസും കാര്യങ്ങളും, അതായത് എനിക്ക് വേറെ മാർക്കറ്റാണ്, എനിക്ക് അങ്ങനെ അങ്ങനെ, അത് നമ്മളെ പെർസ്പെക്റ്റീവിന്റെ വിഷയങ്ങളാണ്. എല്ലാവർക്കും അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്സ്റ്റ് വീക്കും ഭംഗിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് പഴയ പോലെ ബാച്ചിലും മറ്റുമൊക്കെ ആയിട്ട് കാണാം. അതേപോലെ തന്നെ പിന്നെ ടെക്നിക്കല്, അതുപോലെ തന്നെ സെൽഫ് അനാലിസിസ് ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സെൽഫ് അനാലിസിസ് ടൂൾ എന്നുള്ളത് ചിലപ്പോൾ സിമ്പിൾ ഒരു പോയിന്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അത് അനുഭവിച്ചവരോട്, കാരണം ഇവിടെ പിന്നെ 100 കണക്കിന് സ്റ്റുഡൻസ് എന്ത് സെൽഫ് അനാലിസിസിൽ മാത്രം പിന്നെ എന്തുണ്ട് അതിന്റെ അവിടെ ലൈഫിലെ പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി മാറും. അതിന്റെ അപ്പുറം തന്നെ ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്താവരുത്, നമ്മളത് ഇതിന്റെ ഒപ്പരം പിന്നെ ഇതായതുകൊണ്ട് അത് സില്ലി ആയിട്ട് കാണരുത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. സോ ഹാപ്പി ടു സി യു ദ നെക്സ്റ്റ് സെഷൻ. ബൈ.